ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന എല്ലാവരും തീർത്ഥാടന സ്മരണയ്ക്ക് ഓടപ്പൂവും പ്രസാദമായി വാങ്ങിച്ചാണ് വീടുകളിലേക്ക് മടങ്ങുന്നത്. ഈ പ്രദേശത്തെ ഒട്ടനവധി പേരുടെ ഉപജീവനമാർഗം കൂടിയാണ് ഉത്സവകാലത്തെ ഓടപ്പൂ നിർമ്മാണം. വൈശാഖ മഹോത്സവ കാലത്ത് കൊട്ടിയൂരിൽ എവിടെ നോക്കിയാലും ഓടപ്പൂക്കളായിരിക്കും. കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മുളവർഗത്തിൽപ്പെട്ട ഓടയുടെ മൂപ്പെത്താത്ത ഇളം തണ്ടിൽ നിന്നാണ് ഓടപ്പൂ നിർമ്മിക്കുന്നത്. ആദ്യം തണ്ടിന്റെ പുറമേയുള്ള പച്ച തൊലി ചെത്തിക്കളയും. ശേഷം പുഴയിൽ നിന്നെടുക്കുന്ന കല്ലിന് മുകളിൽ ഈ തണ്ട് വെച്ച് മറ്റൊരു കല്ലുപയോഗിച്ച് അടിച്ച് ജലാംശം മുഴുവൻ കളയും. പിന്നീട് ഇരുമ്പിൽ നിർമ്മിച്ച ആയുധം ഉപയോഗിച്ച് പലതവണ ചീകി ഇതിനെ ഓടപ്പൂക്കളാക്കി മാറ്റും. വയനാട് കൊട്ടിയൂർ വനാതിർത്തിയിൽ നിന്നാണ് ഇതിനാവശ്യമായ ഓട ശേഖരിക്കുന്നത്. ഇത് നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ പോവാണ്. കാടുകളിൽ പോയിട്ട് അവിടെ നിന്ന് ഇത് കൊട്ടി കൊണ്ടുവന്ന് അവിടെ ഫോറസ്റ്റുകാർക്ക് നമ്മൾ കുറച്ച് എക്സ്പെൻസ് അത് കൊടുക്കേണ്ടി വരും. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത് പിന്നീട് രണ്ടാമത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ ആ തൊലി കളഞ്ഞ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓടാന്ന് പറഞ്ഞ സാധനം. അതിപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ മുട്ടായിട്ട് അത് മുറിച്ചിട്ട് നമ്മളിതിന്റെ ഈ തൊലി ഇങ്ങനെ കളഞ്ഞ് കത്തി ഉപയോഗിച്ച് ഇതിന്റെ ഈ തൊലി ഇങ്ങനെ കളയും. ഈ തൊലി ഇങ്ങനെ ചെത്തിക്കളയും. തൊലി ചെത്തിന് ശേഷം നമ്മളൊരു കല്ലിൽ വെച്ചിട്ട് മറ്റൊരു കല്ലും കൊണ്ട് ഇതിങ്ങനെ ചതക്കുകയാണ് ഇത്. ഇങ്ങനെ ചതച്ച് വരുന്ന സാധനമാണ് ഇത്. ഈ സാധനമാണത്. ഇത് ഇങ്ങനെ വരും ആ സാധനം. ഇങ്ങനെ ചതച്ച് ഇങ്ങനെ തന്നെ വരും. ഇങ്ങനെയാണ് ചതച്ച് വരിക ഇങ്ങനെ താഴോട്ട്. അതിനുശേഷം ഇതൊരു ദിവസം നമ്മൾ വെള്ളത്തിലിടും. ഇതിന്റെ ഒരു കറ, ഒരു പുളിപ്പ് പോകാൻ വേണ്ടി. ആ പുളിപ്പ് പോയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു കളർ കിടത്തില്ല. കളറ് മഞ്ഞ കളറായി മാറും ഈ പൂവ്. അതിനുശേഷം അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അടുത്തത് ഇതിന് ചീകുക എന്ന് പറയും നമ്മൾ. ഇതൊരു തരം മുള്ളാണ്. നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കുന്നതാണ്. ഈ മുള്ളും കൊണ്ട് ഇതിങ്ങനെ ചെയ്യും. അത് വൃത്തിയാക്കിയതിന് ശേഷം വേറെ ഇനിയും ഉണ്ട് അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്നവര് മറിക്കുന്നുണ്ടല്ലേ ആ ഒരു ചടങ്ങ്. അതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇത് കെട്ടി മടക്കി കെട്ടി അതിന് വള്ളിയിട്ട് കെട്ടി ആയിട്ടില്ല. ഇത് പൂർണ്ണമായിട്ടില്ല. ഞാൻ കാണിച്ചാണ്. വള്ളി എടുത്ത് കെട്ടി അതിന് ശേഷമാണ് അങ്ങനെ നമ്മൾ കൊടുക്കുക. അപ്പൊ ഇത്രയും ഇതിന് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ തന്നെ ഇതിനൊരു കുറച്ചൊരു നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. കൈമാറി വരുമ്പോൾ തന്നെ ഒരു പൂവിന് ഇത്ര പൈസ വരുന്നുണ്ട്, മുടക്കുണ്ട് നമുക്ക്. പിന്നെ കൂടാണ്ട് ഈ കടയ്ക്ക് നമ്മളൊരു കടയ്ക്ക് ലേലമാണ്. ആ കടയ്ക്ക് ഇത്ര പൈസ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരാൾ വന്ന് നമ്മൾ പുറത്തുനിന്ന് വില ചോദിക്കുമ്പോൾ നമ്മൾ ഒരു പൂവിന് 100 രൂപ എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും മുടക്കമുണ്ട്. അതിനുശേഷം നമ്മുടെ പണിക്കാരുണ്ട്, ഒരുപാട് പണിക്കാർ ഇതിനകത്തുണ്ട് പണിയെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ 28 ദിവസത്തെ ഉത്സവത്തിന് നമ്മൾ അവർക്കുള്ള ഭക്ഷണ ചെലവ് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുനിന്ന് പോകണം. അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു പരിപാടി നടക്കുക. അപ്പോൾ ഒരു പൂവിന് ഇത്ര പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ 100 രൂപ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് അത്ര എക്സ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, കൃത്യമായ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിപ്പോ നമ്മുടെ ദശന്റെ താടിയായിട്ട് സങ്കല്പമാണ് അവർ പറയുന്നത്. ദശന്റെ താടിയായിട്ടാണ്. ദശന്റെ പണ്ടത്തെ മുനിമാരുടെ താടി താന്നിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സങ്കല്പമുണ്ട് ഇതിനകത്ത്. തല വെട്ടിക്കളയുമ്പോഴുള്ള അതിനുശേഷമാണ് പിന്നെ ആടിന് തല വെച്ച് കൊടുക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. അപ്പൊ അത് പ്രകാരമാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതൊരു പ്രസാദമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. നമ്മുടെ വീട് ഇപ്പൊ എല്ലാവരും വരുമ്പോൾ ഓരോന്നും മേടിച്ചിട്ട് പോകും. നമ്മുടെ വീടിന്റെ മുൻഭാഗത്തായിട്ട് നേരെ വാതിൽക്കേലായിട്ട് കെട്ടിയിടുന്നത് ഐശ്വര്യമായിട്ട് എല്ലാം സങ്കല്പമുണ്ട്. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അമ്പലത്തിൽ പോകുന്നതിന് തെളിവാണല്ലോ. നമ്മൾ അടുത്ത കൊല്ലം വരുമ്പോൾ അത് എടുത്തിട്ട് കളയുക എന്ന് പറഞ്ഞാൽ അത് കളഞ്ഞിട്ട് അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ കിട്ടുക. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്. പിന്നെ ഇത് സ്വയംഭൂ ആയതുകൊണ്ട് ഇവിടുന്ന് എന്നുള്ള ആ ഒരു വൈബ്രേഷൻ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. തീർച്ചയായും ആ ഒരു പ്രോസസ്സിങ്ങിൽ ആ ഒരു സംഭവം ഉണ്ട്. എല്ലാ വീടുകളിലും എത്തും. അതൊരു ഭഗവാന്റെ കൃപ തന്നെയാണ്. അത് വരുന്നവരെല്ലാ കൊല്ലം പോകുന്ന പിറ്റേ വർഷം വരുന്നുണ്ട്. കാരണം അത് വരാൻ തോന്നിക്കുന്നുള്ളതാണ്. കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ ഓടപ്പൂ നിർമ്മാണത്തിൽ സജീവമാണിവിടെ. HP News 24/7. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നിലവാരവും വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികളും കൊണ്ട് ശ്രദ്ധ നേടിയ ആസ്പെയർ എഡ്യൂക്കേഷൻ ഈ വർഷം സമ്പൂർണ്ണ റീബ്രാൻഡിംഗിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോയും പുതുക്കിയ ടൈറ്റിലും ഔദ്യോഗികമായി അവതരിപ്പിച്ചു. +1, +2 തലങ്ങളിൽ പ്രത്യേകിച്ച് ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച അക്കാദമിക് പരിശീലനവും കരിയർ മാർഗനിർദ്ദേശവും നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. റീബ്രാൻഡിംഗിന്റെ ഭാഗമായി കൂടുതൽ പുതുമകളും പഠന പദ്ധതികളും അവതരിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആസ്പെയർ എഡ്യൂക്കേഷനിൽ ഈ വർഷത്തെ +1, +2 അഡ്മിഷനും ആരംഭിച്ചു.